ഒരു സിനിമയിലും അതിലെ മെയിൻ കഥാപാത്രത്തെ ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു എനിക്ക് സത്യസന്ധമായിട്ടാണ് പറയണത്, എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞ് ഒരു ട്രെയിലറിൽ കാണിക്കില്ല. ഡങ്കി സാലാർ അതുള്ളപ്പം ഈ പടത്തിനകത്ത് സസ്പെൻസും സർപ്രൈസും ഉണ്ടെങ്കിൽ പടം വിജയിക്കുമെന്നാണോ? അല്ല. അതിന്റെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു നല്ല സിനിമയാണ്. അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കോർട്ട് റൂം ആരും പ്രതീക്ഷിക്കേണ്ടത്. മമ്മൂട്ടിയുടെ അടുത്ത കാലത്ത് സിനിമകളുടെ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അപ്പം അതിൽ പുതിയ സംവിധായകർ നവാഗതർക്കൊപ്പം ചെയ്യുന്നു. വളരെ അടുത്ത കാലത്ത് ഞാനൊരു 10 കഥകൾ കേട്ടിട്ടുണ്ടാവും. അതൊന്നും ഞാൻ മോശമാണെന്നല്ല പറയുന്നത്, പക്ഷെ അതൊന്നും നമ്മളെ എക്സൈറ്റിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകൾ അതിലുണ്ടായിരുന്നില്ല. പലരും പറയുന്നത് പല സിനിമകളുടെയും ചേർത്ത് വെച്ചിട്ടുള്ളൊരു സിനിമ. അപ്പോൾ ഈ പഴയ ഹിച്ച്കോക്ക് സിനിമകൾ അങ്ങനെയാണ്, ആദ്യമേ ആരാണ് ഇതിന്റെ വില്ലൻ എന്നുള്ള കാണിച്ചുകൊണ്ടാണ്. അപ്പൊ അതൊരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ആദ്യം അയാളെ കാണിച്ചില്ലെന്ന് അർത്ഥം അല്ല, ഇത് മനസ്സിലാകാതെ അയാളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഈ സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോടതിയെ കുറിച്ച് ഒന്നും അറിയില്ലേ, പക്ഷെ ഇപ്പൊ അറിയാം അങ്ങനെയൊന്നും അല്ല കോടതി. ഇനി ഒരു സൂപ്പർ സ്റ്റാർ ഇറ ഒരു പക്ഷെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ് ഒരുപാട് സൂപ്പർ താരങ്ങൾ പറയുന്നത്. അപ്പോൾ മലയാളത്തിലെ അവസാന സൂപ്പർ താരങ്ങൾ ആയിരിക്കുമോ മോഹൻലാൽ, മമ്മൂട്ടി, അങ്ങനെ കരുതുന്നുണ്ടോ? അങ്ങനെ നമ്മളെ അങ്ങനെ വിചാരിച്ചിട്ടല്ലല്ലോ, ഇതൊരു ആളുകൾ ചാർത്തുന്ന ഒരു പട്ടമാണ്. മീഡിയ വണ്ണൊപ്പം ഇന്നുള്ളത് നേര് ടീമാണ്. ജിത്തു ജോസഫ്, മോഹൻലാൽ, ശാന്തി മായാദേവി. സ്വാഗതം. സംവിധായകനായിട്ടുള്ള ജിത്തു ജോസഫ് എല്ലാ സിനിമ ഇറങ്ങുന്നതിന് മുൻപും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇതിലങ്ങനെ വലിയ സർപ്രൈസ് ഒന്നുമില്ല, ഇതിങ്ങനെ ഒരു ചെറിയ സിനിമയാണ് എന്നൊക്കെ. ഇപ്പം നേരിന് മുൻപും ഒരു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നേരിനെ കുറിച്ച് കൊടുത്തിട്ടുള്ള പല ഇൻ്റർവ്യൂസിലും പറയുന്നുണ്ടായിരുന്നു, ഇതിൽ സർപ്രൈസും സസ്പെൻസും ട്വിസ്റ്റും അങ്ങനത്തെ അല്ല ഈ സിനിമ, ഇത് ഇങ്ങനെയുള്ളൊരു സിനിമയാണ്, അത്രയ്ക്കൊക്കെ ഇതിനകത്തുള്ളൂ എന്ന്. പക്ഷേ നമ്മൾ നേര് റിലീസ് ആവാൻ പോകുന്നത് ഡുങ്കി സലാർ എന്നുള്ള അങ്ങനെ ഭയങ്കര റിലീസ് എന്ന് പറഞ്ഞിട്ട് വരുന്ന സിനിമകളുടെ ഒപ്പം തന്നെയാണ് നേരും റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ശരിക്കും അത്തരം പടങ്ങളുടെ ഒപ്പം ഒരു തിയേറ്ററിൽ റിലീസ് വെക്കണമെങ്കിൽ ഈ സിനിമേനെ പറ്റിയിട്ട് കുറച്ചുകൂടെ ഒരു ശക്തിയായിട്ടുള്ള ബോധം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പറയുന്നത് ഇത്രയും സർപ്രൈസ് ഒന്നും ഇല്ല എന്ന് പറയുന്നത് ഒരു സംവിധായകൻ്റെ ടെക്നിക്കാണോ ആളുകളിൽ നിന്ന്? ഡങ്കി സലാർ അതുള്ളപ്പം ഈ പടത്തിനകത്ത് സസ്പെൻസും സർപ്രൈസും ഉണ്ടെങ്കിൽ പടം വിജയിക്കുമെന്നാണോ? അല്ല. അതിന്റെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു നല്ല സിനിമയാണ്, ഇതൊരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണ്, നല്ല സിനിമയാണ്. അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. പിന്നെ അത് ആക്ഷൻ അതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ വേറൊരു ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ ഒരു പയ്യൻ എഴുതിയിട്ടുണ്ട് നമ്മുടെ ഈ ട്രെയിലർ കണ്ടപ്പോൾ, അപ്പോൾ രാവിലെ സലാർ കാണാം, ഉച്ച കഴിഞ്ഞ് നേര് കാണാം. അവർക്കത് തീരുമാനിച്ചിട്ടുണ്ട് എങ്ങനെ വേണമെന്നൊക്കെ ഉള്ളത്. പിന്നെ ഇത് പറയുന്ന പോലെ എന്താ പറയുക, സർപ്രൈസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ, കാരണം എൻ്റെ ഇതിനു മുമ്പത്തെ ലാൽ സാറുമായിട്ടുള്ള കോമ്പിനേഷനിലുള്ള അല്ലാത്ത പടത്തിലൊക്കെ ക്രൈംസ് ഉണ്ട്, അതൊക്കെ ഒരു കുറ്റാന്വേഷണം, അല്ലെങ്കിൽ കേസ് മറയ്ക്കുന്നു, പ്രതിയെ തപ്പിപ്പോകുന്നു, സസ്പെൻസ്, അവസാനം പ്രതിയെ കണ്ടുപിടിക്കുന്നു, അങ്ങനത്തെയൊക്കെ ഒരു സംഗതി. ഇതിനകത്ത് ക്രൈമുണ്ട്. സിനിമ തുടങ്ങി 5 മിനിറ്റ് കഴിയുമ്പോൾ ക്രൈം എന്താണെന്ന് മനസ്സിലായി, ആളെയും പിടിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള ഏരിയയാണ് ഈ പടം നമ്മൾ പോർട്രേ ചെയ്യുന്നത്, ഈ പടത്തിൽ പരാമർശിക്കുന്നത് കോടതി. കോടതിയിലേക്ക് ഈ കേസ് ചെന്നാൽ ഇയാൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമോ? പ്രോസിക്യൂഷനും ഈ പറഞ്ഞ ഡിഫൻസും തമ്മിലുള്ള ഒരു മത്സരമുണ്ട്. ഡിഫൻസ് പ്രതിയെ രക്ഷിക്കാൻ നോക്കുന്നു, പ്രോസിക്യൂഷൻ എങ്ങനെയെങ്കിലും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നോക്കുന്നു. ആ മത്സരത്തിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ഇമോഷൻസ് ഉണ്ട്. വിക്ടിമിൻ്റെ ഉണ്ട്, പ്രതിയുടെ ഉണ്ട്, പ്രതിയുടെ വക്കീലിൻ്റെ ഉണ്ട്, എന്താ വിക്ടിമിൻ്റെ വക്കീലിൻ്റെ ഉണ്ട്. ഇതെല്ലാം കാരണം ശാന്തിയായിട്ട് ഞാൻ പണ്ട് ഇത് ചെയ്യുമ്പോൾ ഇതിനകത്ത് കോടതിയിൽ ഹ്യൂമറുണ്ട്, ഇമോഷൻസ് ഉണ്ട്. അതിനകത്ത് ഇമോഷനിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്തെ ക്രൈം എന്ന് പറയുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരു ക്രൈം തന്നെയാണ്, പക്ഷെ അതിൽ തന്നെ ഒരു ചെറിയ വ്യത്യാസമുള്ളൊരു ക്രൈമാണ്. നമ്മൾ ഒത്തിരി ഡേ ടു ഡേ കാണുന്ന ഒരു ക്രൈമിൽ തന്നെ ഒരു ചെറിയ വ്യത്യാസമുള്ളൊരു ക്രൈമാണ്. അതാണ് എൻ്റെ ഈ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് ഇത് ചെയ്തത്. അപ്പോൾ ബേസിക്കലി ഇതിനെ ഒരു ഒതൻറ്റിക് കോർട്ട് റൂം ഡ്രാമ, ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയായിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പറഞ്ഞു പറ്റിക്കാനൊന്നുമില്ല, കാരണം ആൾക്കാർ സസ്പെൻസും ത്രില്ലറും ട്വിസ്റ്റും ഒക്കെ പ്രതീക്ഷ വന്നിട്ട് അവസാനം
അയ്യോ അതൊന്നും ഡിസപ്പോയിന്റഡ് ആകരുതല്ലോ എന്ന് കരുതിയിട്ടാണ് വന്നത്. പക്ഷെ അങ്ങനെ പ്രതീക്ഷ വരുന്നവർ വന്നോട്ടെ. ഓക്കെ. അപ്പോൾ ജിത്തു ജോസഫ്, മോഹൻലാൽ കൂട്ടുകെട്ടുകളൊക്കെ നമുക്ക് എപ്പോഴും തന്നിട്ടുള്ളത് ഭയങ്കര രസമുള്ള റീവാച്ച് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടപ്പെടുന്ന സിനിമകൾ. ഇപ്പോൾ ദൃശ്യം 1, 2, 12th Man എല്ലാം അങ്ങനത്തെ സിനിമകളാണ്. അപ്പം ഈ പടത്തിൻ്റെ നേരിൻ്റെ ട്രെയിലർ വന്ന സമയത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം, അപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം ഇതിനകത്തും മോഹൻലാൽ എന്നുള്ളൊരു നടൻ പറയുന്നുണ്ട് ഐ ഹാവ് ലോസ്റ്റ് ടച്ച്, നോട്ട് കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ആ പോയിന്റിലാണ് പിടിച്ചിട്ടാണ് ആരാധകരാണെങ്കിലും സിനിമാ പ്രേമികളൊക്കെ പറയുന്നത് വി ആർ സോ കോൺഫിഡൻറ്റ് അബൌട്ട് ദിസ് മൂവിന്ന്. മോഹൻലാലിനെ കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് അങ്ങനെ ഒരു റോളിൽ നമ്മളെ പെട്ടെന്ന് മനസ്സിലേക്ക് അങ്ങ് കയറുന്ന വേദനിപ്പിക്കുന്നതൊക്കെ ചെയ്യുന്ന ഒരു റോളിൽ കാണാൻ പറ്റുന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ആ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ മോഹൻലാൽ എന്നുള്ളൊരു നടന് ഈ റോള് ഈ ആളുകൾ കാണുന്ന ഒരു വ്യത്യസ്തത തന്നെ ഉണ്ടായിരുന്നു ഇത് ചൂസ് ചെയ്യുന്നതിൽ, നേരിലത്തെ കഥാപാത്രം എടുക്കുന്നതിൽ? തീർച്ചയായിട്ടും. ഞാൻ അതിൻ്റെ കഥയാണ്, അതിൻ്റെ കഥയും സ്ക്രിപ്റ്റിങ്ങുമാണ് അതിൻ്റെ ഏറ്റവും കാതൽ എന്ന് പറയുന്നത്. നമ്മൾ ആ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെയാണ്, അയാൾ കോൺഫിഡൻ്റ് അല്ല അങ്ങനൊരു കേസ് എടുക്കാൻ. പക്ഷെ എന്തുകൊണ്ട് അയാൾ എടുക്കുന്നു? കോൺഫിഡൻ്റ് അല്ല എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് തന്നെ അയാളുടെ ഒരു സത്യസന്ധതയെ പിന്നെ നമ്മളെ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ആ കോൺഫിഡൻസ് ഇല്ലായ്മയിൽ നിന്ന് അയാൾ എങ്ങനെ അയാളിലേക്ക് കോൺഫിഡൻസ് കൊണ്ടുവരുന്നു, അയാൾ എങ്ങനെ അത് സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ എന്ന് പോലും നമ്മൾ സിനിമയിൽ പറയുന്നില്ല. ആസ് എൻ അഡ്വക്കേറ്റ് എനിക്കിതിൻ്റെ വിജയ പരാജയങ്ങളെക്കുറിച്ച് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ഒരു ഇമോഷണൽ ഫിലിമാണത്. അത് എന്തുകൊണ്ടാണ് അയാൾ അത് എടുക്കുന്നത്, എന്തുകൊണ്ടാണ് അയാൾ അതിലേക്ക് പോകുന്നത്, അയാൾ അതിൽ ജയിക്കുകയോ പരാജയപ്പെടുമോ എന്നൊക്കെ പറയുന്നത് ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു ബ്രില്യൻസാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ നമ്മൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ സിനിമ നിർമ്മിച്ചതും ഒക്കെ. ഒരു പക്ഷേ നമ്മുടെ ഒരു സിനിമയിലും അതിലെ മെയിൻ കഥാപാത്രത്തെ ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞു എനിക്ക് സത്യസന്ധമായിട്ടാണ് പറയണത് എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞ് ഒരു ട്രെയിലറിൽ കാണിക്കില്ല. അപ്പോൾ അത് ഇദ്ദേഹത്തിനൊരു കോൺഫിഡൻസ് ആയിട്ട് ഞാൻ വിചാരിക്കും. അതന്നെ ആളുകൾക്കും വല്ലാത്തൊരു കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട് നമുക്ക് തിയേറ്ററിൽ പോയി കാണാം എന്നൊക്കെയുള്ള ഒരു തീർച്ചയായിട്ടും. അങ്ങനെ പറഞ്ഞാൽ അത് എന്ത് സംഭവിക്കും അറിയാനൊരു താല്പര്യമുണ്ടല്ലോ. പിന്നെ അതിൽ വളരെ നമ്മളൊരു എന്താണ് സീക്കിംഗ് ജസ്റ്റിസ് നേരെന്ന് പറയുന്നത് ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ എന്നാണ് പറ്റുന്നത്. അപ്പോൾ ആ ഒരു കോർട്ട് റൂമിലാണ് 70% ഓഫ് ദ ഫിലിം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ നിങ്ങൾ സിനിമയിൽ കാണുന്ന കോർട്ട് റൂമേ അല്ല, അതിലൊരുപാട് മേക്ക് ബിലീഫായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചേർക്കും. പക്ഷേ ഇത് ഞങ്ങളൊരു 70% അല്ലെങ്കിൽ 75% കറക്റ്റ് കോർട്ട് പ്രൊസീജിയേഴ്സ് വെച്ചിട്ടാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. അത് ശാന്തി അവിടെ ഒരുപാട് നാൾ ജോലി ചെയ്തുകൊണ്ടും അഡ്വക്കേറ്റ് ആയതുകൊണ്ടും ഒക്കെ അതിൻ്റെ പിന്നെ എന്താണ് ഒരു ഡിസിപ്ലിനാണല്ലോ കോർട്ട് റൂമിൻ്റെ അത്. അപ്പോൾ ഈ ക്യാരക്ടറിലൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പറയുന്നതായാലും വരുന്നതായാലും ഇരിക്കുന്നതായാലും അയാളുടെ ഡ്രസ്സിങ്ങിലും ഒരുപാട് റൂൾസ് ഉണ്ട്, നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് അതെല്ലാം. അപ്പോൾ അത്തരത്തിൽ വളരെ കൺവിൻസിങ് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും. അതിൻ്റെ ക്ലൈമാക്സ് ആയാലും ജിത്ത് പറയുന്ന പോലെ എന്തായാലും അതിലൊരു സസ്പെൻസോ ത്രില്ലോ ഇല്ലാതിരിക്കില്ല. കാര്യം അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അത് മറ്റേ സിനിമയെ പോലെ പ്രതീക്ഷിക്കരുതെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലേ? ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല, അല്ലാതെ ഒരു സിനിമ എങ്ങനെയാണ് എന്ന് പറയുന്നൊരിതുണ്ടല്ലോ, അതാണ്. ഓക്കെ. ഇപ്പം റൈറ്ററായിട്ട് കൂടെ ഇപ്പം ദൃശ്യം 2ൻ്റെ അവസാന ഭാഗത്ത് ഞെട്ടി നിൽക്കുന്ന ഒരു മുഖമുണ്ട് ആ കഥാപാത്രത്തിൻ്റെ. അപ്പോൾ അത് ഭയങ്കര എല്ലാവരുടെ മനസ്സിൽ ഭയങ്കര ക്ലിക്ക് ചെയ്തു. പിന്നെ ഒരുപാട് വൈറലായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഒരു കോർട്ട് റൂം ഡ്രാമയിൽ ഒരു അതിൻ്റെ റൈറ്ററായിട്ട് റൈറ്റർ എന്നുള്ളൊരു സ്പേസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്കിപ്പം ഇന്നാത്താൻ കേസ് കൂടെ അല്ലെങ്കിൽ സൗദി വെള്ളയ്ക്ക അല്ലെങ്കിൽ കുറച്ച് മുൻപ് വന്നിട്ടുള്ള മേൽവിലാസം, അങ്ങനെ കോർട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊസീജിയർ, അതിൻ്റെ വിവിധ വശങ്ങൾ വരുന്ന പല ജോണറിലുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സിനിമകളൊക്കെ കണ്ടിരിക്കുന്ന ഒരു മലയാളിക്ക് മുമ്പിലേക്ക് ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ നേരിനെ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? ഇതിലൊന്നുമല്ല, ഈ ഒരു സ്ഥലത്തൊന്നുമല്ല നേരിൻ്റെ പ്ലേസ്. കാരണം മേൽവിലാസമായിട്ട് അത് കോർട്ട് മാർഷലാണ് പ്രൊസീഡിങ്സ്. ഇപ്പോഴും ആളുകൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. പിന്നെ എന്നാത്താൻ കേസുകോട്, പിന്നെ സൗദി വെള്ളയ്ക്ക, ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒത്തിരി സിനിമകൾ മാക്സിമം ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്കും ഞാനിപ്പോൾ ഈ ഇടയ്ക്കായിട്ട് കാണുന്ന എല്ലാത്തിലും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് കോടതി മുറി എന്ന് പറയുമ്പോൾ അവർ മാക്സിമം ശ്രമിക്കുന്നത്. പക്ഷെ അവിടെയും ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കോർട്ട് റൂം സെറ്റിംഗ് ആണ്. ഇവിടെ അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കോർട്ട് റൂം ആരും പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ പല സിനിമകളിലും അലേട്ട നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം കോടതി റൂമിലെ ബിഹേവിയർ ഉണ്ട്, ഇപ്പോൾ തിരിഞ്ഞു നിന്ന് വാദിക്കുക, അങ്ങനെ ആ സിനിമയ്ക്ക് അത് ആവശ്യമാണെങ്കിൽ അത് ഉപയോഗിക്കാം. അങ്ങനെയുള്ള സിനിമകളായിരുന്നു. അത് കൊമേഴ്ഷ്യലി സിനിമാറ്റിക് ആയിട്ട് അങ്ങനെ തന്നെ വേണം. നമ്മുടെ സിനിമയിൽ അതല്ല. നേര് എന്ന സിനിമയിൽ പൂർണ്ണമായിട്ടും യഥാർത്ഥ കോടതി മുറിയിലുള്ള ബിഹേവിയറാണ്. പിന്നെ മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ആ സിനിമകളിലെല്ലാം
കൂടുതലും ഒരു 70% പുറത്താണ്. ഒരു 20% 30% ആ സിനിമയുടെ ഒരു ഭാഗം മാത്രം, ആ ഒരു ടിപ്പിക്കൽ ആ ഒരു ഭാഗത്തെ ആ ഒരു പോയിന്റിൽ സോൾവ് ചെയ്യാൻ വേണ്ടി അവർ കോടതിക്കകത്ത് വരുന്നതാണ്. അത് കഴിഞ്ഞ് അവർ കോടതി റൂമിൽ നിന്ന് ഇറങ്ങും. ഇത് കോടതി മുറിക്കുള്ളിലാണ് തുടക്കവും ഒടുക്കവും എല്ലാം. അതാണ് നേരിനെ വ്യത്യസ്തമാക്കുന്നത്. ഓക്കെ. മോഹൻലാൽ എന്നുള്ള നടൻ 95കളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സൂപ്പർ സ്റ്റാർ എന്നുള്ളത് മറ്റൊരു വ്യക്തി വരുന്ന സമയത്ത് എൻ്റെ ഈ സൂപ്പർ സ്റ്റാർ എന്നുള്ള സ്ഥാനം ഞാൻ കൊടുക്കും, അത് അങ്ങനെയാണ് അത് സ്വാഭാവികമായി സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി എന്നതിന് ശേഷം അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു ഉദയം അതിനുശേഷം മലയാള സിനിമയിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഷാരൂഖ് ഖാനൊക്കെ ഈ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ഐ ആം ലാസ്റ്റ് ഓഫ് ദ സ്റ്റാർസ്. ഇനിയൊരു സൂപ്പർ സ്റ്റാർ ഇറ ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ് ഒരുപാട് സൂപ്പർ താരങ്ങൾ പറയുന്നത്. അപ്പോൾ മലയാളത്തിലെ അവസാന സൂപ്പർ താരങ്ങൾ ആയിരിക്കുമോ മോഹൻലാൽ മമ്മൂട്ടി, അങ്ങനെ കരുതുന്നുണ്ടോ? അങ്ങനെ നമ്മളെ അങ്ങനെ വിചാരിച്ചിട്ടല്ലല്ലോ, ഇതൊരു ആളുകൾ ചാർത്തുന്ന ഒരു പട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയാനോ അല്ലെങ്കിൽ അത് സ്വീകരിക്കാനോ നമ്മൾ തയ്യാറല്ല. ഒരുപാട് ഗ്രേറ്റ് ആക്ടേഴ്സ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ, അല്ലേ? നമ്മളൊക്കെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? അത് അവരുടെ സിനിമകൾ ഭയങ്കരമായി ഓടാൻ തുടങ്ങുമ്പോഴാണ്, സൂപ്പർ ഹിറ്റുകളായി മാറുമ്പോഴാണ്. പക്ഷെ അന്നത്തെ സിനിമയും ഇന്നത്തെ സിനിമയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അന്ന് തിയേറ്ററുകൾ മാത്രമേ ഉള്ളൂ. അന്ന് 100 ദിവസം 200 ദിവസം എൻ്റെ സിനിമ 365 ദിവസമൊക്കെ ഓടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഹിന്ദിയിലൊക്കെ 1 വർഷം 2 വർഷം 5 വർഷം ഓടുന്ന സിനിമകളാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ടെലിവിഷൻ വന്നു, ഒരുപാട് സോഷ്യൽ മീഡിയയിലുണ്ട്, ഒരുപാട് ഗാഡ്ജറ്റ്സുകൾ വന്നു സിനിമ കാണാനുള്ള. അതുകൊണ്ട് അത്തരത്തിലുള്ള വലിയ സൂപ്പർ ഹിറ്റ് ഉണ്ടായാലും ഇങ്ങനെ ആഘോഷിക്കാവുന്ന രീതിയിൽ, പണ്ട് ഞങ്ങളൊക്കെ 100 ദിവസം 120 ദിവസം 200 ദിവസമൊക്കെ വലിയ ഫംഗ്ഷനായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അതിനിപ്പം സാഹചര്യമില്ല. ഇപ്പം 100 ദിവസത്തെ സിനിമ ഓടുക എന്ന് പറഞ്ഞാൽ അത് വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കേണ്ട കാര്യമാണ്. അത് ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പേരിൽ വേണേലും റിഫ്ലക്റ്റ് ചെയ്യും. ഒരു പേര് കൊടുക്കാം, എന്ത് വേണേലും കൊടുക്കാം. നമ്മുടെ തമിഴിലും അല്ലെങ്കിൽ തെലുങ്കിലൊക്കെ ഒരുപാട് പേരുകളുണ്ട്. തീർച്ചയായിട്ടും ഒരു സൂപ്പർ സ്റ്റാർ എന്ന് എഴുതി അങ്ങനെ ഉണ്ടാകുന്ന പേരാണ്. അല്ലാതെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് സക്സസിനെ അനുസരിച്ച്. തീർച്ചയായിട്ടും ഒരുപാട് അങ്ങനെ സക്സസ് ഉണ്ടാകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ഇത്തരം പേരുകൾ ഉണ്ടാകും. ഇപ്പൊ ഈ മമ്മൂട്ടിയും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ, നിങ്ങൾ തമ്മിൽ ഇച്ചാക്ക എന്നൊക്കെ വിളിക്കുന്ന ബന്ധവും രസമുള്ള ഒരു ഇതാണ്. പക്ഷെ അതേസമയം തന്നെ ആരാധകർ എപ്പോഴും ഭയങ്കര ഇഷ്ടത്തിൽ കുറേ കമ്പാരിസൺ നടത്തും. അപ്പം എസ്പെഷ്യലി ഇപ്പം മമ്മൂട്ടിയുടെ അടുത്ത കാലത്ത് സിനിമകളുടെ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അപ്പം അതിൽ പുതിയ സംവിധായകർ നവാഗതർക്കൊപ്പം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം രസകരമായിട്ട് സംവിധായകൻ രഞ്ജിത്ത് കൊടുത്തൊരു അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മോഹൻലാൽ പൊതുവെ അങ്ങനെ സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യണേക്കാളും ഒരു കംഫർട്ടബിൾ സ്പേസ്, അറിയുന്ന ആൾക്കാർ, അതിൽ നല്ല രസമായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ എത്തുമ്പോൾ പിന്നെ പരിചയമുള്ള ആൾക്കാരും പരിചയമില്ലാത്ത ആൾക്കാരും ഒന്നുമില്ല, ആൾ കംപ്ലീറ്റ് മാറുന്നുള്ളത്. സോ ഇപ്പോൾ ഈ ഒരു കമ്പാരിസൺ ഇങ്ങനെ ഡിസ്കഷനിലുണ്ട്. ഇപ്പോൾ പുതിയ ആളുകളുടെ ഒപ്പം വർക്ക് ചെയ്യുക അല്ലെങ്കിൽ കംഫർട്ടബിൾ സ്പേസിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ വർക്ക് ചെയ്യുക, അങ്ങനെ കൂടുതലും എൻ്റെ തന്നെ പ്രൊഡക്ഷനിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. കാര്യം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ടാകും. നമുക്ക് ഇഷ്ടമുള്ള സിനിമ എടുക്കാം. ഇപ്പം നേര് ഞങ്ങളുടെ സിനിമയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എമ്പുരാൻ എന്നുള്ള ഞങ്ങളുടെ സിനിമയാണ്, ബറോസ് എൻ്റെ സിനിമയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ഇനി ചെയ്യാൻ പോകുന്ന വേറെ സിനിമ എൻ്റെ സിനിമയാണ്. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ ഉണ്ട്. പുതിയതായ ഒരുപാട് കുട്ടികളുടെ കഥകൾ ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ളതല്ല. പിന്നെ വേറെ ഒരു പ്രൊഡ്യൂസർക്ക് പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാനായിട്ടുള്ള കഥകൾ പറഞ്ഞാലും നമ്മൾ ഒരുപക്ഷെ നമ്മളിലേക്ക് വന്ന ആ ദിവസങ്ങൾ, അത്രയും ദിവസങ്ങൾ കൊണ്ട് അത് ആ സിനിമ ചിലപ്പോൾ അവർക്കത് എന്താണ് ഒരു ബിസിനസ് വൈസൊക്കെ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് അവരെ ഒരിക്കലും നമ്മൾ മോശമായിട്ട് കാണുന്നില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് ചെയ്യുമ്പോൾ ലിജോ പെല്ലിശ്ശേരിയുടെ എത്രയോ നാളായിട്ട് ഞങ്ങൾ കഥകൾ പറഞ്ഞാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തീർച്ചയായിട്ടും വളരെ വളരെ അടുത്ത കാലത്ത് ഞാനൊരു 10 കഥകൾ കേട്ടിട്ടുണ്ടാവും. അതൊന്നും ഞാൻ മോശമാണെന്നല്ല പറയുന്നത്, പക്ഷെ അതൊന്നും നമ്മളെ എക്സൈറ്റിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകൾ അതിലുണ്ടായിരുന്നില്ല. പലരും പറയുന്നത് പല സിനിമകളുടെയും ചേർത്ത് വെച്ചിട്ടുള്ളൊരു സിനിമ. പിന്നെ ഇപ്പം എന്താ പറയേണ്ട, ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന ഒരു തോട്ടിൽ അവർ വലിയൊരു സിനിമകളിലേക്ക് ചിന്തിക്കുകയാണ്. പക്ഷെ അതൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സിനിമകളായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അല്ലാതെ തീർച്ചയായിട്ടും ഇപ്പോൾ നേരെന്ന് പറയുന്ന ഈ കഥ ഇത്രയും വളരെ രസകരമായിട്ട് ഒരു പുതിയ ഒരാൾ എന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാൻ സമ്മതിച്ചാൽ ഒരുപക്ഷെ. അപ്പോൾ അത്തരത്തിൽ സിനിമകളുണ്ടാവട്ടെ, അത്തരത്തിൽ ആളുകൾ നമ്മളോട് വന്ന് സംസാരിക്കട്ടെ എന്നുള്ളതാണ്. ഇപ്പം ഏറെ ചർച്ചയായിട്ടുള്ള സീരീസ് ആയിരുന്നു ഈ ദഹാഡ്. ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത് വന്ന കണ്ണൂർ സ്ക്വാഡ്. അതിനകത്തൊക്കെയും ഈ ദഹാഡിലാണെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡിൽ, ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡിലാണെങ്കിൽ ഫസ്റ്റിൽ തന്നെ ആരാണ് വില്ലൻ അല്ലെങ്കിൽ ആരാണ് ഈ ക്രൈം ചെയ്തതെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതിന് ശേഷവും ആ സ്റ്റോറീനെ ഇവർ ഇത് ജസ്റ്റ് 2 ഉദാഹരണം പറഞ്ഞതാട്ടോ, അങ്ങനത്തെ സിനിമകൾ വേറെയും ഉണ്ടാവാം. അപ്പം അതിന് ശേഷവും ഈ
കൊണ്ടുപോകുന്നു, ആളുകളെ എൻഗേജ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. അപ്പോൾ അത് റൈറ്റിങ്ങിലേക്ക് നമ്മൾ ഈ ഫസ്റ്റ് തന്നെ ആരാണ് ക്രൈം ചെയ്തതെന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആളുകളെ ഒരു 2 മണിക്കൂറോ 2.5 മണിക്കൂറോ പിടിച്ചിരുത്തുക എന്നുള്ളത് റൈറ്റിങ്ങിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണോ നിങ്ങൾക്ക്? ലൈക്ക് മുൻ സിനിമകളായിട്ട് എഴുതിയത് വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യം ഒരാളെ കാണിച്ചു പിന്നെ ബാക്കി സിനിമ കൊണ്ടുപോകുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഇനി ആദ്യം ആളെ കാണിച്ചില്ലെന്നർത്ഥം അതും ബുദ്ധിമുട്ട്. അല്ല, ഇത് മനസ്സിലാകാതെ അയാളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അയാളെ നമ്മൾ ഒരാളെ വിളിച്ചു വെച്ചിട്ട് പോയി പകുതി പ്രേക്ഷകർ മനസ്സിലായി അത് ഇവനായിരിക്കും എന്ന് പറഞ്ഞ എക്സൈറ്റ്മെന്റ് ഇല്ല. സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നതാണ് ഒരു സിനിമയുടെ ബാക്ക് ബോൺ. അത് എന്നും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിനകത്ത് ദർ ഇസ് നോ ഷോർട്ട് കട്ട്. ഇരുന്ന് ചിന്തിച്ച് ഡിസ്കസ് ചെയ്ത് എന്നിട്ട് പോലും പാളിപ്പോകുന്നുണ്ട്. നമ്മളെല്ലാ ജഡ്ജ്മെൻറ്റും ഒന്നും ശരിയാകാറില്ല. അത് ദൈവാനുഗ്രഹമാണ്. നമ്മൾ ഈ എഴുതാനിരിക്കുമ്പോൾ അങ്ങനത്തെ ചില ഒരു സാധനം ഇതിനകത്ത് വരെയുണ്ട്. ഞങ്ങളെല്ലാം സ്ക്രിപ്റ്റ് എല്ലാം തീർന്നിട്ടും ഒരു സാധനം, ഒരു പാട്ട്, ഒരു മ്യൂസിക്കിൻ്റെ തീം മ്യൂസിക് കേട്ടപ്പം വന്ന് വീണു. പടത്തിന് ഭയങ്കരമായിട്ട് അത് കോൺട്രിബ്യൂട്ട് ചെയ്യും, ഭയങ്കരമായിട്ടും കൊണ്ടുവരും. അതൊക്കെ ഒരു അതേപോലെ ഞാൻ എപ്പോഴും പറയുന്നത് ഇതൊരു ദൈവാനുഗ്രഹം പോലെ നമുക്ക് കിട്ടും. എഴുതാനിരിക്കുമ്പോൾ അത് വരണം, ഐഡിയാസ് വരണം. സ്ക്രിപ്റ്റ് എല്ലാം തീർന്ന് ഞങ്ങൾ ഷൂട്ട് തുടങ്ങാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ ചുമ്മാ ഒരു ദിവസമായിട്ട് തീം മ്യൂസിക് കിട്ടി ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടിയത്. ആ ഐഡിയ ഞാൻ ഇവരോടൊക്കെ ഇവരെല്ലാം എക്സൈറ്റഡ് ആയി. അതപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ചെയ്തു. അത് ഇവർ ഷൂട്ട് ചെയ്തപ്പോൾ ഇവർക്കും എക്സ്പീരിയൻസ് ഉണ്ടായി ആ സാധനം. അപ്പോൾ അത് അങ്ങനെ കിട്ടുന്നു, അതൊരു ഭാഗ്യം, ദൈവാനുഗ്രഹം. ഈ ഫസ്റ്റ് ടൈം ഇങ്ങനെ കോറൈറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ തന്നെ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. ഇപ്പം ഈ പറഞ്ഞതുപോലെ നമുക്ക് കുറ്റകൃത്യം വെളിപ്പെടുത്തിയ ശേഷം ആളുകളെ പിടിച്ചിരുത്തി കൊണ്ടുപോകുക എന്നുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ഈ സിനിമയുടെ തോട്ട് വരുമ്പോൾ തന്നെ അങ്ങനെയായിരുന്നോ വന്നത്? കാരണം ഇത് കോടതിയിലുള്ള കഥയല്ലേ. അപ്പം നമ്മൾ ആളെ കാണിച്ച് അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ടുവന്നിട്ടുള്ള ഇതല്ലേ. അപ്പം അത് തുടക്കം തൊട്ടേ അങ്ങനെയാണിത്. വല്ലാണ്ട് ഇപ്പൊ ഒരു പ്രതിയെ കിട്ടി പിന്നെ അവസാനം പറഞ്ഞു അതല്ല, അങ്ങനത്തെ ഒന്നും അല്ല. അങ്ങനെയല്ല ഇത്. തുടക്കം മുതൽ തന്നെ എന്റെ 1 ലൈൻ ആകുമ്പോൾ തന്നെ അറിയാം എങ്ങനെയാണ്, പിന്നെ എങ്ങനെയാണ് ഇത് 2.5 മണിക്കൂർ പ്രേക്ഷകർക്കും അറിയാം ഇയാളാണ് ചെയ്തതെന്ന്. നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും മിക്കവാറും പ്രതീക്ഷിക്കും അവസാനം ഇനി ഇയാളല്ല വിജയമോഹൻ പുതിയ ഒരാളെ കൊണ്ടുവരും എന്നൊക്കെ പ്രതീക്ഷിക്കും. പഴയ ഹിച്ച്കോക്ക് സിനിമകൾ അങ്ങനെയാണ്. ആദ്യമേ ആരാണ് ഇതിന്റെ വില്ലൻ എന്നുള്ള കാണിച്ചുകൊണ്ടാണ്. അപ്പൊ അതൊരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ എല്ലാവർക്കും അറിയാം, സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന. പക്ഷെ അയാളല്ലെന്ന് മറ്റൊരു പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം പ്രേക്ഷകർ പറയും നിങ്ങൾ പറയൂ അയാളാണെന്ന്. അപ്പം അത് പ്രേക്ഷകർ ഒരുപക്ഷെ ഈ വിജയമോഹൻ്റെ കൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ചാൽ സഞ്ചരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് സിനിമയായിട്ട് അത് മാറും. ആഡ് ഓൺ ടു ദാറ്റ് നമ്മൾ പത്രത്തിലൊക്കെ വായിക്കില്ലേ, പിന്നെ ക്രൈമിൽ ഇന്ന ആളെ കണ്ടു. അപ്പോൾ അയാളുടെ നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് വായിക്കുമ്പോൾ തന്നെ ലാലേട്ടൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനെ പിടിച്ച് ശിക്ഷിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ. പക്ഷെ അത് കോടതിയിൽ വരുന്ന വാർത്ത നമ്മൾ കേൾക്കുന്നു. അപ്പോൾ നമ്മൾ പറയും ഇവനാണെന്ന് അറിയാലോ, എന്നാൽ പിന്നെ ഇവൻ എന്ത് ശിക്ഷിക്കാത്ത ഇനിയും ഇതാണ് ഇതൊരു സാധാരണ പറയുന്നുണ്ട്. അത് കോടതിയിൽ നമ്മൾ എന്ത് പറഞ്ഞാലും കാര്യമില്ല, അത് അവിടെ തെളിവുകൾക്കാണ് കൂടുതൽ. അതിന് ഒരു വക്കീലിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഓക്കെ, ഇപ്പൊ മുൻപ് അദിബൻ എന്ന് പറയുന്ന സിനിമയിൽ ജഗദീഷാണ് അതിന്റെ ജഗദീഷ് ഇതിനകത്ത് മറ്റൊരു രസകരമായിട്ടുള്ള വേഷത്തിലാവുന്ന കരുതുന്നു. അപ്പൊ അതിനകത്താണ് കുറച്ച് വക്കീൽ വേഷങ്ങളിലൊക്കെ ജനലിൽ വന്നിട്ട്. പക്ഷെ അതിനകത്ത് ഇപ്പൊ നമ്മളൊക്കെ ഹലോലും പ്രൊഫഷണലി വക്കീലാണ്, പക്ഷെ വേറൊരു രസമായിട്ടുള്ള പടമാണ്. ഇപ്പൊ ഹരികൃഷ്ണൻസിലാണെങ്കിലും അവരൊരു ഏജൻസി ഒക്കെ നടത്തി കുറച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ പാത്തിൽ പോകുന്നതാണ്. അതിബലില് കുറച്ചൊരു ക്രിമിനൽ ലോയർ ആയിട്ട് നിൽക്കുന്നുണ്ട്, കുറച്ചുകൂടെ കോടതി വാദിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നാളിന് ശേഷം ഈ കോടതിയും വാദവും കാര്യങ്ങളൊക്കെ വന്നൊരു സ്പേസിലേക്ക് അങ്ങനത്തെ ഒരു റോള്, പക്ക ഒരു വക്കീലായിട്ടുള്ള റോള് കിട്ടിയപ്പം അത് നല്ല രസം ഉണ്ടായിരുന്നു ചെയ്യാൻ. തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത്. എൻ്റെ ഫാദർ കേരള സ്റ്റേറ്റിൻ്റെ ലോ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം വളരെ എന്താണ് റിനൗണ്ട് ആയിട്ടുള്ള ഒരു ലോയറായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല. പക്ഷേ നമുക്കന്ന് അച്ഛൻ രാവിലെ ഇറങ്ങി പോകുമ്പോഴൊക്കെ ഇതൊരു ഡിഗ്നിഫൈഡ് ജോബാണെന്നുള്ളത് അറിയാം. ഈ സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോടതിയെക്കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ ഇപ്പം അറിയാം അങ്ങനെയൊന്നും അല്ല കോടതി. പക്ഷെ അതൊരു വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണെന്നും അതിൽ നമുക്ക് എന്താണ് ഈ സിനിമ ചെയ്തിട്ട് ഇത് നമ്മൾ ലാസ്റ്റ് ഷോട്ടിൽ ഇറങ്ങി പോകുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു അഭിമാനം തോന്നാൻ സെൽഫായിട്ട് തോന്നുമല്ലോ എന്ന് തോന്നാവുന്ന ഒരു സിനിമയാണ്. ഇപ്പം 2024 മോഹൻലാൽ എന്നുള്ളൊരു നടനെ നമ്മൾ ഇനി വരാൻ പോകുന്ന ലൈനപ്പുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പം റാം വരുന്നുണ്ടാവും, സംവിധാനം ചെയ്യുന്ന ബറോസ് വരുന്നുണ്ട്. ഞാനൊരു ലിസ്റ്റ് എടുത്ത് നോക്കിയതാണ്. പിന്നെ ബുരാനുണ്ട്, ജോഷി ചെമ്പൻമെന്ന് വെച്ചിട്ടുള്ള റംബാനുണ്ട്, ഇപ്പൊ ഋഷഭ വരുന്നുണ്ട്, ദൃശ്യം 3ന്റെ ക്ലൈമാക്സ് മാത്രം കിട്ടിയിരിക്കുന്നുണ്ടെന്ന് പിന്നെ വാലിബൻ എന്ന് പറഞ്ഞ എല്ലാവരും വലിയ ആകാംക്ഷയോടെ കാണുന്ന ചിത്രമുണ്ട്. പ്രിയദർശൻ ചിത്രം
ഹരം അതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അഖിൽ സത്യന്റെ കൂടെ ഒരു ചിത്രം വരുന്നുണ്ട്, കണ്ണപ്പ എന്ന് പറയുന്ന മറ്റൊരു സിനിമ വരുന്നുണ്ട്. 2024 എന്നുള്ളൊരു ലൈക്ക് എല്ലാ ഭാഷയിലും ചേർന്ന് മോഹൻലാൽ എന്നുള്ളൊരു നടൻ അടക്കി വെച്ചിരിക്കുകയാണോ 2024? ഭയങ്കര ഹോപ്പ്ഫുൾ ആണോ 2024 പറ്റി? ഹോപ്പ്ഫുള്ളൊന്നും അല്ല, നമുക്ക് അങ്ങനെ സാധിച്ചതിലൊരു സന്തോഷമുണ്ട്. കാര്യം അങ്ങനെയാണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞൊരു സിനിമയ്ക്ക് ഒരു ആക്ടർ അയാൾക്കൊരു ഭാഗ്യമാണ് ഇത്തരം സിനിമകൾ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞത് ഈ കണ്ണപ്പ എന്നുള്ള സിനിമ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വന്നത്. ഞങ്ങൾ ന്യൂസിലാൻഡിലാണ് അത് ഷൂട്ട് ചെയ്തത്. ഋഷഭ എന്നുള്ള സിനിമ നടക്കുന്നുണ്ട്, എമ്പുരാൻ നടക്കുന്നുണ്ട്. ഇതെല്ലാം നടന്ന് റിലീസായി. ഇതൊരു വലിയ പ്രൊസീജിയറല്ലേ, ഇതൊരു വലിയ പ്രോസസ്സാണ്. അപ്പോൾ ഇതിനിടയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. സംഭവിച്ചതൊക്കെ നല്ലതിനാണെന്ന് വിചാരിച്ചു മുന്നോട്ട് പോകും. ഈ 3 സിനിമകൾ കഴിഞ്ഞു. നേരായാലും ബറോസ് ആയാലും വാലിബൻ. മറ്റു സിനിമകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റാമിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? റാം കുറച്ചുകൂടെ ബാലൻസ് ഷൂട്ട് ചെയ്യാനുണ്ട്. പുറത്ത് 2 രാജ്യങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്യണം. അപ്പോൾ അത് അതിനെക്കുറിച്ച് ഉണ്ടാവാം. അപ്പോൾ ഇത്രയും സമയം മീഡിയ വണ്ണോട് നേരിനെ കുറിച്ചിട്ടും നിങ്ങളുടെ സിനിമാ കരിയറിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു.